വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു കിടിലൻ റെസിപ്പി. ഒരു വർഷം വരെ കേടുകൂടാതിരിക്കുന്നു പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? കുട്ടികളുടെ കയ്യിൽ കിട്ടിയാൽ ഒരു വർഷം പോയിട്ട് ഒരു ദിവസം വരെ കിട്ടുമെന്ന് ഉറപ്പില്ല. അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ സംഭവം. എന്തായാലും എല്ലാവരും ഈ ഒരു ചക്ക മാസത്തിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ നമ്മുടെ പഴുത്ത ചക്ക എന്താ പറയുക, ഒരു വർഷത്തിനപ്പുറം വരെ ഇതേപോലെ പച്ചയായിട്ട് അല്ലാതെ പറയുക ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ 5-6 മാസമെത്തിയിട്ട് ഞാൻ വെച്ചിട്ടുള്ള ചക്കയാണ്. നമ്മുടെ അലുമിനിയം ഫോയിലില്ലേ, അലുമിനിയത്തിൻ്റെ ഇതേപോലെയുള്ള എന്താ പറയുക കവറുകൾ, അതിലാണ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് പഴുത്ത് വരുന്ന ചക്കേനെ അതിലേക്ക് ഇട്ടുങ്ങാട്ട് ഫ്രീസറിൽ അങ്ങോട്ട് വെച്ചു. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കണ്ടോ, ഫ്രഷായിട്ട് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്തു വെക്കാം. ഇനി ഇത് നന്നായിട്ട് കഴുകി ഞാൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, ഒരു വർഷമൊക്കെ എത്തിയിട്ടുള്ള അല്ലെങ്കിൽ 5-6 മാസം എത്തിയിട്ടുള്ള ചക്കയാണെന്ന് പറയുമോ? ഇപ്പം തന്നെ പൊതിച്ച ചക്ക പോലെ ഇല്ലേ? അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രഷ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാം, ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് ഒരു 4 വിസിൽ ഞാൻ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. ഇതുപോലെ ഇപ്പോൾ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലോ അല്ലേ, ഇത് എങ്ങനെ സൂക്ഷിക്കാമെന്ന്. ഇപ്പോൾ രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ വേവിച്ച ചക്കേനെ നമുക്ക് എന്ത് ചെയ്യാം, തേൻ ഒഴിച്ചിട്ട് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം തേൻ ഒഴിച്ചിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. വേവിച്ചതിന് ശേഷം വേവിക്കാതെയും അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്കനെ വരട്ടുന്നതാണ്, 3ാമത്തെ ട്രിക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഒരു 1/2 കിലോ എന്താ പറയുക നമ്മൾ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ചക്കനെ നല്ലോണം ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ ഒന്ന് അരഞ്ഞ് കിട്ടണം കേട്ടോ. എന്നാലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക നല്ല സ്മൂത്ത് സ്ട്രക്ചറിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഉരുളിയിലേക്ക് ഇതെല്ലാം ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വെള്ളം പൊട്ടും, ഇങ്ങനെ ടക്ക് 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 എന്നിങ്ങനെ പൊട്ടി വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വര വീഴും. അതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയണത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ ശർക്കരപ്പാനി ഒഴിച്ച് കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ തെറിച്ച് മേലൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. തീയൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ ഈ സമയത്ത്. അടുപ്പത്ത് ഗ്യാസ് മേൽ വെക്കാൻ പറ്റില്ല, ഗ്യാസ് ക്ഷാമം കൊണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല രസമാണ് കേട്ടോ ഈ സംഭവം ചെയ്യാനായിട്ട്. ഇത്തിരി വിറകുണ്ടെങ്കിൽ എളുപ്പത്തിൽ പണി കഴിയും കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കയ്യിലിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വീഴൂല. അതാണ് ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, നന്നായിട്ട് ചൂടാറിയതിന് ശേഷം പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കണ്ടെയ്നറിലോ ഒക്കെ ആക്കിയിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. ഒരു വർഷം വരെ അതിനപ്പുറം നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പായസമോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അതുവരെ ഒന്നും ഇരിക്കുമെന്ന് തോന്നണില്ല കേട്ടോ.